ഇതാകുന്നൊരു കൊച്ചു ഗ്രാമമാണ് വരേടി. ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള സ്ഥലമാണ്. ഒത്തിരി പേര് വന്നു പോകുന്നുണ്ട്. എന്നാലും അത്രയും ഫേമസ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല കൊടൈക്കനാൽ വന്നാൽ പോലും. അപ്പോൾ നമുക്ക് നൈസ് ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡ് മര്യാദക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം കുറേ സ്ഥലത്ത് ഒക്കെ ഫേക്ക് ആൾക്കാരാണ്. അതായത് ഫുഡ് തന്നാൽ പോലും ഭയങ്കര പൈസയൊക്കെ മേടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ കുറേ സിറ്റുവേഷൻ നമുക്ക് പറ്റി. ടോട്ടലി ഈ പറഞ്ഞ കൊടൈക്കനാൽ ട്രിപ്പിൽ ഏറ്റവും വലിയൊരു നമുക്ക് ഏറ്റവും വിഷമമായ കുറേ സംരംഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അത് കൂടുതലും നമുക്കതിനെ കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. ബാക്ക് സൈഡിൽ ഭയങ്കര വെളിച്ചം. കൂടുതലും വിഷമമുണ്ടാക്കിയ ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഫുഡ് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. പല സ്ഥലത്തും മോശം ഫുഡുമായിരുന്നു, മോശം ബിഹേവിയറായിരുന്നു പലർക്കും. അതുപോലെ തന്നെ ഭയങ്കര കോസ്റ്റായിട്ട് തോന്നും. ഭയങ്കര കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിച്ച് കഴിഞ്ഞിട്ടൊക്കെ റേറ്റ് പറയുന്ന ഒരു സിറ്റുവേഷൻ. പിന്നെ ഇത് അവരുടെ നാടാണ്, നമുക്ക് കൂടുതലൂടെ ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. അപ്പോൾ ഇപ്പം നിൽക്കുന്നത് വരടി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടേക്ക് വരുന്നവർ കൊടൈക്കനാൽ ഊട്ടിയൊക്കെ ട്രിപ്പ് പോകുന്നവരൊന്ന് ശ്രദ്ധിക്കുക. ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ട. എവിടെയെങ്കിലും റേറ്റുള്ള സ്ഥലത്ത് പോയിട്ട് കഴിക്കുക, അല്ലെങ്കിൽ റേറ്റ് ചോദിച്ചിട്ട് ഫുഡ് വാങ്ങിച്ച് കഴിക്കുക. അതായിരിക്കും കുറച്ച് ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പെട്ടുപോകും. ഒരു ദിവസമൊക്കെ 1000 റുപ്പീസിന് ഫുഡ് കഴിക്കാൻ പറ്റുമോ? എന്നാൽ ഞങ്ങൾക്കത് പറ്റി. നമുക്ക് നോർമൽ ഒരു മീൽസ് കഴിച്ചപ്പോൾ 450 റുപ്പീസ് 2 പേർക്ക് വന്നു. ശരവണ ഭവനിൽ നിന്ന് വെച്ചാൽ പോലും വരാറില്ല ആ ഒരു സിറ്റുവേഷൻ. അതും വളരെ മോശം ഫുഡ് കഴിച്ചു പോയി എന്ന് പറഞ്ഞിട്ടല്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് അവെയർനെസ് ആയിട്ട് ഇരിക്കുക. പക്ഷെ സ്ഥലം വന്ന് കാണുക. ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമേ അങ്ങനെ പ്രശ്നം ഉണ്ടായുള്ളൂ. നിങ്ങളോട് ഇത് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ വരിക, എൻജോയ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളത് നല്ല ഫുഡാണ്. ഇത്രയും പണി കിട്ടുകൊണ്ട് അടുത്ത പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ ഫുഡ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ. മന്നവന്നൂർ ഗ്രാമത്തിലെ കൃഷികളെ കണ്ടോ? വിളവെടുപ്പിൻ്റെ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബീൻസ് കണ്ടോ? ബീൻസ്, വെളുത്തുള്ളി, അങ്ങനെയുള്ള കുറേ കൃഷികളാണ്. ഒരു സ്ഥലം മൊത്തം തട്ടായിട്ടേ അവർ കൃഷി ചെയ്യുന്നൊരു സെറ്റപ്പാണ്. ഇതുപോലെ ഒരു ചെറിയ ഗ്രാമമാണ്. അവിടുത്തെ ചെറിയ ചെറിയ കടകളാണ്. എങ്ങനെയുണ്ട് ഐറ്റം? അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ പൈൻ ഫോറസ്റ്റ് ഉള്ളതല്ലേ? കണ്ടിട്ടുണ്ടെങ്കിൽ പറ. നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ് ആണോ? കേരളത്തിൽ ഭയങ്കര റെയറായിട്ടുള്ള സാധനമാണ്. ഇതാണ് മന്നവന്നൂർ എക്കോ ടൂറിസം. വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. താല്പര്യമുള്ളവർ വരാം. ജസ്റ്റ് നേച്ചർ വാക്കൊക്കെ ഉണ്ട്. എൻജോയ് ചെയ്തിട്ട് പോട്ടോ. കാവുഞ്ചി എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമമാണ്. നമ്മൾ പൂണ്ടി കൂക്കലിൽ നിന്നൊക്കെ വരുമ്പോൾ കാണുന്നൊരു കൊച്ചു ഗ്രാമം. എന്ത് ഭംഗിയാന്ന് നോക്ക്. അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇത് ഇവിടെ വരുമ്പോൾ ആരും മിസ് ചെയ്യാതെ പകർത്താൻ ശ്രമിക്കുക. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രാമം അത് നമുക്ക് കൊടൈക്കനാൽ വരുമ്പോൾ മിസ് ചെയ്യാതിരുന്നത് വളരെ നന്നായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. മഴയൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്, എന്നാൽ തണുപ്പുണ്ട്. സോ അതാണ് കാവുഞ്ചി ഗ്രാമം. Dime taca, yo no taca, taca.